ഈ അടുത്ത കാലത്തെങ്ങും ഒരു സിനിമയ്ക്ക് നേരിടേണ്ടി വന്നിട്ടില്ലാത്ത അത്ര വലിയ ആക്രമണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടെ എമ്പുരാൻ നേരിട്ടത്. സോഷ്യൽ മീഡിയയിൽ നിരന്തരം വന്ന പോസ്റ്റുകൾക്കും കമന്റുകൾക്കും അപ്പുറത്തേക്ക് RSSന്റെ മുഖപത്രം പോലും നിരന്തരം സിനിമയെയും അണിയറ പ്രവർത്തകരെയും വേട്ടയാടി. സംഘപരിവാർ ഹാൻഡിലുകൾ ബഹിഷ്കരണ ആഹ്വാനം വരെ നൽകി. വിമർശനത്തിന്റെ ഭാഷയിലല്ല, ഭീഷണിയുടെ ഭാഷയിലാണ് അവയോരോന്നും സിനിമയെ സമീപിച്ചത്. ഒടുക്കം 24 വെട്ടുകൾ വെട്ടി ചിത്രം പുറത്തിറക്കി. ഈ നാട് ഇന്നുവരെ ശീലിച്ചിട്ടില്ലാത്ത വിധേയത്വത്തിലേക്കാണ് ആ ആക്രോശങ്ങൾ ഒരു സിനിമയെ കൊണ്ടെത്തിച്ചത്. തട്ടിക്കൂട്ടി വെട്ടിക്കൂട്ടി എമ്പുരാൻ അതിന്റെ പരിമിതികളെ തെളിച്ചു കാണിക്കുന്നു. 3 മണിക്കൂറിനടുത്ത് ദൈർഘ്യമുള്ള ചിത്രത്തിലെ 3 മിനിറ്റിന് താഴെയുള്ള ചെറുഭാഗങ്ങളാണ് മാറ്റിയതെങ്കിലും അത് ചിത്രത്തിന്റെ സൗന്ദര്യത്തെ ബാധിക്കുന്നുണ്ട്. ചരിത്ര വസ്തുതകളെ ഒരിടത്തുപോലും പരാമർശിച്ചുകൂടെന്ന സൂക്ഷ്മ പരിശോധന നടന്നു എന്നത് വ്യക്തവുമാണ്. അത് സ്ഥലപ്പേരുകളിൽ തുടങ്ങി വില്ലന്റെ പേരിൽ വരെയുണ്ട്. വെട്ടിമാറ്റിയ ഭാഗങ്ങൾക്ക് തുടർച്ചയില്ലാതിരുന്നതും ഡബ്ബ് ചെയ്ത് കൂട്ടിച്ചേർത്ത ഭാഗങ്ങൾ മുഴച്ചു നിന്നതും കല്ലുകടിയാണ്. ഇനി പറയാൻ പോകുന്ന വസ്തുതകളിൽ ചിത്രത്തിന്റെ പ്ലോട്ട് കടന്നു വന്നേക്കാം. റീഎഡിറ്റ് ചെയ്യപ്പെട്ട പുതിയ പതിപ്പെങ്കിലും കണ്ട ശേഷം തുടർന്ന് കാണാൻ ശ്രമിക്കുക. ഇനി പഴയ പതിപ്പ് കാണണമെങ്കിൽ IMAX പതിപ്പ് അടുത്ത കുറച്ച് ദിവസങ്ങൾ കൂടെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അത് കാണുക. എമ്പുരാന്റെ ആദ്യ ഭാഗം തുടങ്ങുന്നത് ഒരു തീവണ്ടി അപകടത്തിലാണ്. നിരവധി യാത്രക്കാരുമായി, പ്രത്യേകിച്ചും തീർത്ഥാടകരും കുഞ്ഞുങ്ങളും ഒക്കെയായി കടന്നുപോകുന്ന തീവണ്ടി. അതിലേക്ക് പൊടുന്നനെ വന്നു വീഴുന്ന തീഗോളങ്ങൾ. അതിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലെങ്കിലും താങ്ക്സ് കാർഡിൽ നിന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും IRS ഉദ്യോഗസ്ഥൻ ജ്യോതിസ് മോഹന്റെയും പേരുകൾ നീക്കിയിട്ടുണ്ട്. തീവണ്ടിയിലെ യാത്രക്കാരെ തീ മൂടുന്നതിന് പിറകെ എത്തുന്ന ദൃശ്യങ്ങൾ ഒരു കലാപത്തിൻ്റെതാണ്. അവിടെ തെളിയുന്ന 2002 എന്ന കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ടൈറ്റിൽ മാറ്റി എ ഫ്യൂ ഇയേഴ്സ് എഗോ എന്നാക്കിയിട്ടുണ്ട്. പക്ഷേ 23 വർഷം മുമ്പ് ഞാൻ നിനക്ക് തന്നൊരു വാക്കുണ്ടെന്ന് ഖുറേഷി അബ്രഹാം സയ്യിദ് മസൂദിനോട് പറയുമ്പോൾ സാമാന്യ ബുദ്ധിക്ക് അത് 2002 ആണെന്നും ആ കണ്ടത് ഗുജറാത്ത് കലാപമാണെന്നും പ്രേക്ഷകന് എളുപ്പം മനസ്സിലാകും. ചിത്രത്തിൽ ഏറ്റവും അധികം വിവാദങ്ങൾ സൃഷ്ടിച്ച രംഗമായിരുന്നു 30 മിനിറ്റോളം നീണ്ടുനിന്ന കൂട്ടക്കുരുതിയുടേത്. അവിടെയും എഡിറ്റർ കത്രിക വെച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരായ അക്രമരംഗങ്ങളാണ് മുറിച്ചു മാറ്റിയതിലേറെയും. എന്തിനാണ് സംഘപരിവാർ അതിലെല്ലാം അസ്വസ്ഥരാകുന്നത്? തീർച്ചയായും ഗുൽബർഗ് സൊസൈറ്റിയിൽ കൊല്ലപ്പെട്ട ഇഹ്സാൻ ജഫ്രി അടക്കമുള്ള 69ഓളം നിഷ്കളങ്കരായ മനുഷ്യരുടെ മുഖങ്ങൾ അവർക്ക് മുന്നിൽ തെളിഞ്ഞു കാണും. അവിടെ നരോദ പാട്ടിയിൽ മരണം ഭയന്ന് നിലവിളിച്ച മനുഷ്യരുടെ ശബ്ദവും ചെവിയിൽ മുഴങ്ങിക്കാണും. കൗസർ ബാനുവിന്റെ വേദന അവരുടെ വയറുകളിൽ വന്ന് വീണ് കാണും. ആ രംഗങ്ങളെ തുടച്ചു മാറ്റാനാവുന്ന അളവിൽ ചിത്രം തുടച്ചു മാറ്റുന്നുണ്ട്. പക്ഷേ സിനിമയിൽ നിന്ന് നീക്കിയാലും കലാപത്തെ സംബന്ധിച്ച ചരിത്രം ഇല്ലാതാകുന്നില്ലല്ലോ. ആദ്യാന്ത്യം ചിത്രം പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്ന ഒരു പേര് കൂടിയാണ് പ്രതിനായകന്റേത്. ബജ്രംഗി എന്ന് വിളിച്ചിരുന്ന നിവൃത്തികേടുകൊണ്ട് ബൽദേവ് എന്ന് മാറ്റേണ്ടി വന്ന കൂട്ടക്കൊലപാതകങ്ങളുടെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പ്രേക്ഷകർക്ക് അനുമാനിക്കാവുന്ന ബൽരാജ്. 35ഓളം വരുന്ന കുട്ടികളെ അടക്കം 97 മുസ്ലിങ്ങളെ കൊന്നു തള്ളിയ നരോദ പാട്ടെ കൂട്ടക്കൊലയുടെ മുഖ്യ ആസൂത്രകൻ ബാബു ബജ്രംഗി അഥവാ ബാബുഭായ് പട്ടേൽ എന്ന ഗുജറാത്തിലെ ബജ്രംഗ് ദൾ നേതാവിനെ കൂടിയാണ് ചിത്രം അടയാളപ്പെടുത്തിയത്. പ്രതിനായകനായ ബൽരാജ് ബൽദേവ് ആയത് ചിത്രത്തിന്റെ ആസ്വാദനത്തിൽ താളപ്പിഴ സൃഷ്ടിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും ഒടുക്കം ബജ്രംഗിയെ ബൽരാജ് എന്ന് വിളിച്ചുകൊണ്ട് ഖുറേഷി അയാളുടെ പഴയ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രംഗം. അവിടെ ബൽദേവിന് പഴയ ഇമ്പാക്ട് നൽകാൻ സാധിക്കുന്നില്ല. ആ പേര് പലയിടങ്ങളിലായി പരാമർശിക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം ഇടങ്ങളിൽ പുതിയ പേര് ഡബ്ബ് ചെയ്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിൽ പലതും മോഡുലേഷൻ വ്യത്യാസം കൊണ്ട് എടുത്തു നിൽക്കുന്നുണ്ട്. മതചിഹ്നങ്ങൾക്ക് മുന്നിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നതിന്റെയും NIA ഓഫീസർമാർ വന്നിറങ്ങുന്നതിന്റെയും രംഗങ്ങൾ ഒഴിവാക്കിയത് വ്യക്തമായ മാറ്റം തോന്നിപ്പിക്കുന്നില്ലെങ്കിൽ പോലും ആ രംഗങ്ങളെ ഇന്റൻസിഫൈ ചെയ്യാൻ അവയ്ക്ക് സാധിച്ചിരുന്നു. ആഭ്യന്തരമന്ത്രിയെ വിളിക്കുന്നുള്ള ഡയലോഗും അത്തരത്തിൽ മുറിച്ചു മാറ്റിയത് രംഗത്തിന്റെ പൂർണ്ണത ഇല്ലാതാക്കുന്നു. കേന്ദ്ര ഏജൻസികൾ എന്നെ അറസ്റ്റ് ചെയ്തേക്കാമെന്ന് മുന്നേ ഒരു രംഗത്തിൽ പറഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് സിനിമയിലെ ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയ അറസ്റ്റ് സീനിൽ എന്താണ് നടക്കുന്നതെന്ന വ്യക്തതയും കുറയുന്നുണ്ട്. ചിത്രം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ മാത്രമല്ല സംഭവിക്കുന്നത് എന്നതുകൊണ്ടും മേൽപ്പറഞ്ഞ മാറ്റങ്ങൾ സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടും ചിത്രത്തിന്റെ ആസ്വാദനത്തെ അത് പൂർണ്ണമായും തകർത്തു എന്ന് പറയാൻ സാധിക്കില്ല. അതേസമയം ഒരു രാഷ്ട്രീയ നാടകം എന്ന ഓണറിൽ പുറത്തിറങ്ങിയ ചിത്രം ഒരു അരാഷ്ട്രീയ സിനിമയായി അവസാനിച്ചു എന്ന് പറയാം. സംഘപരിവാർ ഹാൻഡിലുകളുടെ പരിഭവങ്ങൾ മാറ്റാൻ ശ്രമിച്ചപ്പോഴും മറ്റു പാർട്ടികൾക്കെതിരായ യാതൊരു വിമർശനത്തിലും മാറ്റം വരുത്തിയിട്ടില്ല. മുറിച്ചു മാറ്റപ്പെട്ടാലും ഇല്ലെങ്കിലും എമ്പുരാൻ അതിന്റെ ധർമ്മം പൂർത്തിയാക്കിയെന്ന് കരുതാം. ഗുജറാത്തിൽ പടർന്ന രക്തക്കറകളും എരുതിയിൽ ചുട്ടമർന്ന കുഞ്ഞുങ്ങളും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളും ഗർഭിണികളും ചരിത്രത്തിൽ നിന്നും മായുന്നില്ലെന്ന ഓർമ്മപ്പെടുത്തലാണ് ചിത്രം. പടം കണ്ട് പുറത്തിറങ്ങുന്ന പുതുതലമുറ പോലും ഇന്റർനെറ്റിൽ വംശീയ കലാപത്തിന്റെ വേരുകൾ തേടുന്നുണ്ടെങ്കിൽ പത്രവാർത്തകളും ചാനൽ ചർച്ചകളും കണ്ട് എന്താണ് ഗുൽബർഗ് സൊസൈറ്റിയിൽ സംഭവിച്ചതെന്നും ആരാണ് ബിൽക്കിസ് ബാനുവെന്നും ബാബു ബജ്രംഗി എന്നും അന്വേഷിച്ചിറങ്ങിയെങ്കിൽ അവർക്ക് അതിനുള്ള ഉത്തരങ്ങൾ ലഭിച്ചുവെങ്കിൽ വെട്ടുകൾക്കപ്പുറത്തേക്കും ബോക്സ് ഓഫീസ് റെക്കോർഡുകൾക്കപ്പുറത്തേക്കും ചിത്രം ചരിത്ര വിജയം കണ്ടുവെന്ന് തീർപ്പെഴുതാം. നിങ്ങൾ എത്ര മുറിച്ചു മാറ്റിയാലും ഓർമ്മകളിലേക്ക് ഇരച്ചു കയറുന്ന വേദനയായി, ക്രൂരതയായി അത് ചരിത്രത്തിൽ അങ്ങനെ തുടരുക തന്നെ ചെയ്യും.